കോഴിക്കോട് നഗരത്തിന്റെ ഓപ്പറേഷൻ സുലൈമാനി പദ്ധതിക്ക് ബദലായി മാറുകയാണ് ആക്ട്സ് പ്രവർത്തകർ തൃശൂരിൽ നടപ്പാക്കി വരുന്ന സ്നേഹപ്പൊതി എന്ന പദ്ധതി. വിശക്കുന്ന വയറുമായി ആരും തന്നെ കണ്ണീരുണ്ടുറങ്ങരുതെന്ന ആശയം മുൻനിർത്തിയാണ് ഈ പദ്ധതി സജീവമാകുന്നത്. സാംസ്കാരിക നഗരിയുടെ വിശക്കുന്ന വയറുകളെ അന്നമൂട്ടുന്ന പദ്ധതിയാണ് സ്നേഹപ്പൊതി. പഴയ ജില്ലാ ആശുപത്രി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ആക്ട്സിന്റെ ഓഫീസിലെത്തുന്ന എല്ലാ ജീവിതങ്ങൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്ന ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. ക്ഷമിക്കാത്ത വിശപ്പുമായി ഈ തെരുവിലൂടെ നിഷ്കളങ്ക പുഞ്ചിരിയുമായി കയ്യിലൊരു തുണിസഞ്ചിയുമേന്തി നടന്നിരുന്ന തീറ്ററപ്പായിയുടെ നാട്ടിൽ ആരും തന്നെ വിശക്കുന്ന വയറുമായി കഴിയേണ്ടി വരരുതെന്ന ചിന്തയാണ് ഈ ഉദ്യമത്തിനു പിന്നിൽ. സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിക്കായി സ്നേഹം വിളമ്പുന്നത്. ആക്ട്സ്, കിഡ്നി ഫെഡറേഷൻ എന്നീ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫാദർ ഡേവിസ് ചെർമലിന്റെ ആശയമാണ് സ്നേഹപ്പൊതിയായി മാറിയതെന്ന് ആക്ട്സ് ജില്ലാ സെക്രട്ടറിയായ ലൈജു സെബാസ്റ്റ്യൻ പറയുന്നു. സ്കൂളിലേക്ക് വരുമ്പോൾ, കോളേജിലേക്ക് വരുമ്പോൾ അവരുടെ ഭക്ഷണത്തോടൊപ്പം ഈ തെരുവുകളിൽ കഴിയുന്ന മക്കൾക്ക് അവരും ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു പൊതി ഭക്ഷണം കൂടിയും കൊണ്ടുവന്ന് ഈ തെരുവിൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള സ്നേഹപ്പൊതി എന്ന പേരിൽ ആക്ട്സ് രൂപം കൊടുത്തിട്ടുള്ള ഈ പദ്ധതി വൻ വിജയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ പല വീടുകളിൽ നിന്നും വസ്ത്രം കൊണ്ടുവന്ന് തരുന്നു. അത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഈ മെഗാ പദ്ധതി ആക്ട്സിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിലെ 4000-ഓളം വിദ്യാർത്ഥികൾ ഈ കാരുണ്യ കൈനീട്ടത്തിൽ സഹകരിക്കുന്നുണ്ട്. ദിവസവും 80ഓളം വിദ്യാർത്ഥികൾ തങ്ങളുടെ ഉച്ചഭക്ഷണത്തിനൊപ്പം ഒരു പൊതി അധികമായി കൊണ്ടുവന്നാണ് ഈ ഉദ്യമത്തിൽ പങ്കുചേരുന്നത്. ഭക്ഷണപ്പൊതി എത്തിക്കാനും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനും തയ്യാറായി സമൂഹത്തിന്റെ വേദനകളെയും വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്ന ജീവിതപാഠം കൂടിയാണ് ഇവർക്ക് ഈ ഉദ്യമങ്ങളെന്ന് അധ്യാപകനായ കെ ജയകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. അഗതികളായിട്ടുള്ളവർക്കും അനാഥരായിട്ടുള്ളവർക്കും ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ശക്തൻ തമ്പുരാൻ കോളേജിലെ 4000-ഓളത്തിലധികം വരുന്ന വിദ്യാർത്ഥിനികൾ, ഒരു ദിവസം ഏകദേശം 80-82 വരുന്ന വിദ്യാർത്ഥിനികൾ ഇത്തരം പ്രവർത്തനങ്ങളോടുമായിട്ട് ചേർന്ന് അവരവരുടെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് അവർക്ക് വേണ്ടി നൽകുകയാണ്. ആക്ടിന്റെ പ്രവർത്തകരോട് ചേർന്ന് നിന്നുകൊണ്ട് അഗതികളായവർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ആക്ടിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നൽകുകയാണ്. ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പലും ആക്ട്സിന്റെ ട്രഷററുമായ അജിത് രാജയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ സദ്യോദ്യമം പുരോഗമിക്കുന്നത്. ഓരോ മാസവും നഗരത്തിലെ വിദ്യാർത്ഥി സമൂഹം മാറി മാറി ഈ സത്പ്രവൃത്തിയുമായി സഹകരിക്കുന്നു. പൂരനഗരിയിൽ വിശന്ന് പട്ടിണി കിടക്കേണ്ട അവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്നാണ് ഇവരുടെ ആഗ്രഹം. ഭക്ഷണം കഴിക്കാൻ പാകമില്ലെങ്കിൽ ആർക്കും ആക്ട്സ് ഓഫീസിലേക്ക് കടന്നുവരാനും സ്നേഹപ്പൊതിയുടെ കൂപ്പൺ സ്വന്തമാക്കി ഭക്ഷണം ഏറ്റുവാങ്ങാനുമാകും. ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഇവിടെ എത്തുന്നവർക്കായി വിതരണം ചെയ്യുന്നുണ്ട്. വീടുകളിൽ ഉപയോഗമില്ലാതെയിരിക്കുന്ന വസ്ത്രങ്ങൾ വിദ്യാർത്ഥികൾ ആക്ട്സിന്റെ ഓഫീസിലെത്തിക്കും. ഇതോടൊപ്പം ആഴ്ചയിലൊരിക്കൽ ഒരു ഡോക്ടറുടെ സൗജന്യ സേവനവും ആക്ട്സ് ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ ജനറൽ ആശുപത്രിയിലെ സാധുക്കളായ രോഗികളും തേക്കിൻകാട്ടിലെത്തുന്ന അനാഥജന്മങ്ങളും ഭിക്ഷാടകരുമെല്ലാം ഇവർ വിളമ്പുന്ന നന്മയേറ്റുവാങ്ങുന്നു. വിശപ്പാണ് പരമമായ സത്യമെന്ന യാഥാർത്ഥ്യം പരസ്പരം പങ്കുവെച്ചുകൊണ്ട്. TCV ന്യൂസ്, തൃശൂർ.